മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദനെതിരെ ഇപ്പോൾ ഒരു വധഭീഷണിയുണ്ട്. ഉടനെ തന്നെ ഒരു പെൺവിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദനെ പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നേരിട്ട് അദ്ദേഹം തന്നെ ഒരു കമ്മീഷൻ ഓഫീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ വധഭീഷണി ഇപ്പോൾ ഉണ്ണി മുകുന്ദന് നേരെയായിട്ട് കുറച്ച് നാളുകളായിട്ട് ഒരു വല്ലാത്തൊരു ആക്രമണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ നല്ല ഉണ്ണി മുകുന്ദൻ. ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയാണ്. അത് കഴിഞ്ഞ് പൃഥ്വിരാജ്, ദുൽഖർ, ടോവിനോ, ഉണ്ണി മുകുന്ദൻ, നെയ്മ്പോളി, ഒരു കുറേ ആളുകളുണ്ട്. ഫഹദ്, നമ്മളെ മറ്റേ ആസിഫ് അലി ആൻഡ് ഷെയ്ൻ നിഗം, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അതിൽ ഇവനും ഉണ്ടായിരുന്നു, നമ്മുടെ ബാസി ഉണ്ടായിരുന്നു. ബാസി കഞ്ചാവിൻ്റെയൊക്കെ കേസുകൾ അടച്ചടച്ച് വന്നതോടുകൂടി ബാസി കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും സൂപ്പർലേറ്റീവ് ഉപയോഗിച്ചും പറയരുത്. ശശി തരൂരിനെ കൊണ്ട് പറയുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഉണ്ണിക്കെതിരെ വധഭീഷണി ഉണ്ട് എന്നൊക്കെ പറയുന്നത് കള്ളാന്ന് എനിക്ക് തോന്നുന്നു. കള്ളല്ല, അത് കുറച്ച് ഹൈപ്പാണ്. ഉണ്ണിക്കെതിരെ മറ്റൊരുപാട് ഉണ്ണിയെ ഒതുക്കാനുള്ള ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉണ്ണി ചെയ്തൊരു കാര്യമെന്ന് തോന്നുന്നു. രണ്ട്, ഉണ്ണിക്കെതിരെ പെണ്ണ് കേസ് വന്നാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഉണ്ണി അങ്ങനത്തെ കാരണം എനിക്ക് തോന്നിയിട്ടില്ല. ആരോപണക്കാർക്കും കൊണ്ടുവരാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഉണ്ണി ആ വിഷയത്തിൽ ഉണ്ണി അങ്ങനെ ഒരാളായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കേട്ടിടത്തോളം ഉണ്ണി അങ്ങനെ ഒരാളല്ല. ഉണ്ണി നല്ല കളിച്ചേടായിട്ട്, അത് കളിച്ചേടായ കുടുംബത്തിൽ വീഴുന്ന നല്ല കളിച്ചേടായിട്ടുള്ളതാണ്. പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഉണ്ണിക്ക് ഒരു എടുത്തുകാട്ടം കൂടുതലാണ്. അതിനൊരു കാരണം, മലയാളികളെ കള്ളൊന്നും ഉണ്ണിക്ക് അറിയില്ല. കാരണം ഉണ്ണി ജനിച്ച് വളർന്നതൊക്കെ ഗുജറാത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഉണ്ണിക്ക് ഇപ്പം എന്ത് പറയണം എന്ന് പലപ്പോഴും അറിയില്ല. അപ്പം നമ്മുടെ നാട്ടിൽ RSSൻ്റെ ശാഖയിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ ഗുജറാത്തിൽ RSSൻ്റെ ശാഖയിൽ പോയി എന്നത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. ഉണ്ണി NSSൻ്റെ പരിപാടികൾക്ക് വളരെ സജീവമായി പോകുമായിരുന്നു. NSS ഉള്ളതുകൊണ്ടാണ് കേരളം സെക്യുലർ ആയിട്ട് നിൽക്കുന്നത്. ഈ നായന്മാർ RSSൻ്റെ കൂടെ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ, NSS കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ സെക്യുലേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ BJP തൂത്തുവാരി കൊണ്ടുപോകും. ആ 2016 ഇലക്ഷനിൽ BDJSൻ്റെ കൂടെ NSSും കൂടി ചേർന്ന് അവിടെ തീരും ഇവിടുത്തെ സെക്യുലേഴ്സ്. അന്ന് NSSയുടെ ഒറ്റ നിലപാടാണ് BJP സഖ്യത്തെ തകർത്ത് കളഞ്ഞത്. ഇവിടെയുള്ള കുറേ മതനിരപേക്ഷമായിരുന്ന മണ്ടന്മാർക്ക് അത് അറിയില്ല. ഇവിടെ നായർ എന്ന് കേട്ടാൽ അമ്മമാരെ വിചാരം എന്താണെന്ന് വെച്ചാൽ RSS ആണ്. NSS എന്ന് കേട്ടാൽ RSS ആണ്. NSS RSS അല്ല. NSS ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ RSS ശക്തമാണെങ്കിൽ പോലും അത് പൊളിറ്റിക്കൽ വോട്ടായി മാറുന്നത്. അത് ഇവിടുത്തെ മണ്ടന്മാർക്ക് പലർക്കും അറിയില്ല. ഇവിടെ കൂടുതൽ സെക്യുലറിസം മതി. ഇവിടുത്തെ സെക്യുലറിസം പറയുന്ന പല സെക്യുലറിസ്റ്റുകളാണ് ശരിക്കും വർഗീയവാദികൾ. ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഞങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങളെ മതഗ്രന്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന പോലെയുള്ള ലിബറൽ സാധനങ്ങളുണ്ട്, മറ്റേ സാധനങ്ങളുണ്ട്, തീവ്ര സാധനങ്ങളുണ്ട്. ഈ തീവ്ര സാധനങ്ങളൊക്കെ RSS പറയുന്നതിൻ്റെ അപ്പുറമാണ്. RSSനെ പറ്റി ഇവർ പറയുന്ന കാര്യങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറമാണ്. പക്ഷേ അതൊക്കെ ഓരോ കോണ്ടക്സ്റ്റിൽ വന്നതാണ്. ആ കോണ്ടക്സ്റ്റ് അറിയുന്നതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ അത് തള്ളിക്കളി ഇതെടുക്കുകയും ചെയ്യുന്നത്. വിവരമുള്ള ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ RSSനെ സംബന്ധിച്ച് ഓരോ കോണ്ടക്സ്റ്റിലാണ് RSS പല കാര്യങ്ങളും പറഞ്ഞത്. അതിന് ആ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് അതിന് നല്ല പോസിറ്റീവായി അവസാനം പറഞ്ഞ കാര്യങ്ങൾ എടുക്കുന്ന ആളാണ് ഞാനൊക്കെ. ഞാൻ RSS അല്ല, പക്ഷേ മുസ്ലിമാണ് കേട്ടോ. ഞാൻ എടുക്കുന്നത് വെച്ചാൽ നമ്മളൊരു ലിബറൽ ആസ്പെക്റ്റിൽ നമ്മൾ RSS അങ്ങനെ കണ്ണുടച്ച് വിമർശിക്കേണ്ട എന്നുള്ളതുകൊണ്ട് പല മുസ്ലിംസിനെ വിമർശിക്കുന്ന പോലെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ RSSനെക്കാളും വലിയ RSS ആയിട്ട് നമുക്ക് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കാണേണ്ടി വരും, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയെ കാണേണ്ടി വരും. അത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചാൽ മതഗ്രന്ഥത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ ഇവാഞ്ചലിക്കൽ സാധനങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ ആരാധിക്കുന്നവർ. അപ്പോൾ അത് അവർക്കും ബാധകമാണ്. ഇപ്പം ന്യൂ ടെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പോലും ക്രിസ്ത്യാനികളെ പല ആറ്റിറ്റ്യൂഡിൽ ഈ സാധനം വരാറുണ്ട്. നമ്മളാൾ അവരാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വരാറുണ്ട്. അപ്പോൾ RSSനെക്കാളും മോശം നല്ല ഇവരാരും. എന്നിട്ട് ഇവർ വലിയ സെക്യുലറിസ്റ്റുകളായിട്ട് RSS അതില്ല, ഇതൊന്നും പറയാത്ത NSSൻ്റെ നിങ്ങൾ നോക്കിയാൽ പൊതുവെ ഈ കേരളത്തിൽ ഈ സെക്യുലർ ആയതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വയ്ക്കുക NSS എന്ന് വെച്ചാൽ RSS ആണ് കുറേ നാളുകൾ അതുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ പോയി, ഞാൻ അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ NSSൽ വർക്ക് ചെയ്യുന്നത്. അന്നപ്പോൾ ഇങ്ങനെന്താ ഉണ്ണി മുകുന്ദൻ RSSകാരനാക്കി ഒറ്റപ്പെടുത്തേണ്ടവനാക്കി. ഇത് ഇവിടുത്തെ ന്യായമാണ്. ഒന്നും വിവരമില്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ ഉണ്ണി മുകുന്ദനെ പോലെ കുറേ ആളുകളുള്ളതുകൊണ്ടാണ് കേരളം വർഗീയമായി നിൽക്കാത്തത്. പിന്നെ ഉണ്ണിയുടെ ഒരു കേരളത്തെ പറ്റി അറിവില്ലായ ഉണ്ണിയുടെ നിഷ്കളങ്കതയാണ്. രണ്ടാമത്തെ കാര്യം, ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണിക്ക് ഒരു എടുത്തിയാട്ടമുണ്ട്. ഉണ്ണിയുടെ ശത്രുക്കൾ സിനിമ എന്ന് പറഞ്ഞാണല്ലോ എപ്പോഴും മമ്മൂക്കായി മോഹൻലാലും ഒക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. ലാലേട്ടനൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് നല്ല പണി കിട്ടും. അത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നസീസ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് വന്ന ഭക്ഷണം കഴിക്കുള്ളായിരുന്നു. സിനിമയായിട്ട് എനിക്ക് നസീസാനെ അറിയില്ല കേട്ടോ. നസീസാനെ അന്ന് കൂടെ വർക്ക് ചെയ്ത പോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാവർക്കും നസീസ കൊണ്ടുവരും. സൽമാൻ ഖാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം പേടിയാണ്. അതിലൊന്ന് കൂടോത്തം ചെയ്താൽ പിന്നെ മറ്റേ ചേർത്തല ക്ഷേത്രത്തിൽ പോയി ചതിക്കേണ്ടി വരും.
അതല്ലെങ്കിൽ വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് മത്സരം നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഉണ്ണി മുകുന്ദൻ ഈ പറഞ്ഞ മേജർ രവിയായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ അവർ ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ണിക്ക് കുറച്ചൊരു എടുത്തിയാട്ടമുണ്ട്. ഉണ്ണി തന്നെ പറയാറുണ്ട് ചാനലുകളിൽ മുമ്പ്. ഇപ്പം മാർക്കോ വന്നതിന് ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. ഉണ്ണി എന്നെ അത് കളിക്കാൻ ഞാൻ ഇടിക്കും എന്ന് പറയും. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ചോദിക്കും ഉണ്ണി അങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ ഇടിക്കും. അങ്ങനെ ഒരു സിനിമ കണ്ടപ്പോൾ ഏറ്റവും വലിയ ദേഷ്യക്കാരൻ സുരേഷ് ഗോപിയാണ്. ഉണ്ണി ബേസിക്കലി പാവ. സുരേഷ് ഗോപിയാണ് ഏറ്റവും വലിയ ദേഷ്യക്കാരൻ കണ്ടിട്ടില്ലേ. സുരേഷ് ഗോപി പോലും അങ്ങനെ ഇടിക്കുന്നു പറഞ്ഞിട്ടില്ല. അപ്പം ഉണ്ണിയുടെ ആ അവസ്ഥ പലരും മിസ്യൂസ് ചെയ്തു. രണ്ട്, വളരുന്നതിനെതിരെ ഈ കൂടുതൽ ഈ മാനേജർ കൂടെ ഉണ്ണിക്ക് പണിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത് ചില സംവിധായകരൊക്കെ ഉണ്ണിനെ കാണാൻ പറ്റുന്നില്ല. മാർക്കോ സിനിമയ്ക്ക് ശേഷം വിപിന്റെ നേരെ പല, അതായത് ഉണ്ണി മുകുന്ദനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ വന്നത് വിപിൻ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് ഉണ്ണി മുകുന്ദനെ ശ്രദ്ധിക്കണം. ഉണ്ണീൻ്റെ അടുത്ത് എത്താൻ ഭയങ്കര പാടാന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പം വളരെ RSS ആയിട്ട് വളരെ ബന്ധമുള്ള സംവിധായകരൊക്കെ 1 ലൈനും സ്ക്രിപ്റ്റും ഒക്കെ അയച്ചോട്ട് ഉണ്ണി വായിച്ചിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഉണ്ണി എപ്പോഴും തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ണിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാണ് ഉണ്ണി ഇത് കണ്ണ ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉണ്ണിയെ ഒതുക്കാനൊരു ശ്രമമുണ്ട്. ഉണ്ണിയെ മാത്രമല്ല എല്ലാവരെയും ഒതുക്കാൻ ശ്രമമുണ്ട്. ദുൽഖറിനെ അതേ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പവർ ഗ്രൂപ്പ് അല്ല, അത് ഓരോരോ നടനും ഒരു നിലനിൽപ്പല്ലേ. ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗം പോലെ അല്ലല്ലോ ഇത്. ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗ്യത്തിന്റെ ഒരറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കണമെങ്കിൽ അവർക്ക് ഒരു പവർ വേണമല്ലോ. അല്ല, ഒതുക്കണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ കേരള വരുന്ന ഓരോ നടനും ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലുള്ള ആള് കേരള കോൺഗ്രസ് പോലെ ഇന്ന് ശക്തന്റെ കൊടുക്കുന്നു, ആളെ നൂബലിനെ കൊടുക്കും, ഇടയിൽ കൂടെ പണിയും. മാണി സാറിന് അത്രയും ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഇങ്ങനെ നിന്നുപോയത്. കല്യാണപ്പനെ പോലെ എന്തെങ്കിലും പറഞ്ഞാൽ മാണി സാറിന് ചവിട്ടിലെത്തുമായിരുന്നു. അപ്പൊ അതുപോലെയുള്ള സംവിധാനമാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഓരോ നടനും ഓരോരോ വിഭാഗമുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണിഞ്ഞ് ശക്തനാകാൻ നോക്കുക, അത് സ്വാഭാവികമാണ്. ഇപ്പൊ ദുൽഖറിനെ പണിയാൻ നോക്കിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദുൽഖറിന്റെ ഏതോ സിനിമ B ക്ലാസ് C ക്ലാസ് തിയേറ്ററിൽ കളിച്ചിട്ടില്ല. ഏതാണെന്ന് അറിയോ? അമൽ നീരത്തിന്റെ പടം CIA. C ക്ലാസ് തിയേറ്ററിൽ പലതും എത്തിയിട്ടില്ല അത്. അപ്പോൾ ദുൽഖറിനെ മമ്മൂക്കാരമായ ദുൽഖറിനെ ഇട്ട് പണിയാൻ നോക്കിയാൽ അതിൻ്റെ അർത്ഥം നോക്കും. അപ്പോൾ ആ ഉണ്ണി മുകുന്ദൻ്റെ നിവിൻ പോളിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് സിനിമ. അതുപോലെ തന്നെ നമ്മുടെ പ്രണവ് ഒരു കുഴപ്പമില്ലാത്ത നടനാണ്, നല്ല കമ്മിറ്റഡ് ആണ്. അവനെ പറ്റി അവരെ നെഗറ്റീവ് മാത്രം എടുത്തിട്ട് ഒന്നിനും പറ്റാത്ത ആളായിട്ട് എത്തുകയായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഉണ്ണി എത്ര ദുർബലനായിരിക്കും, നിവിൻ പോളി എത്ര ദുർബലനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്യാങ്ങാണ്. അപ്പം നസീർ സാറിന് എന്താ പറ്റി? നസീർ സാർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം കാണിച്ചു, കോൺഗ്രസിനോട്. അതിനകത്ത് നസീർ സാറിനെ ആക്രമിച്ച് ഒന്നും അല്ലാതായി കളഞ്ഞു, സിനിമ ഇല്ലാതാക്കി കളഞ്ഞു. അതേപോലെയൊക്കെ സിനിമയെ പറ്റും. നസീർ സാറിനെ പോലെ നടൻ താരം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ രീതിയിൽ നീക്കം ഉണ്ണിക്കെതിരെ. ഉണ്ണി അത് മുമ്പേ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഉണ്ണി ഒരു PA വെച്ചുള്ള ഈ കളി പലപ്പോഴും ഈ മെയിൻ നടന്മാരെടുത്ത് നല്ല സ്ക്രിപ്റ്റ് എത്തില്ല. അന്ന് ഇവർ സമ്മതിക്കില്ല. ഇവന്മാർ ആ കഥ കേട്ടിട്ട് മാറ്റി വെപ്പിക്കും, അല്ലാതെ വേറെ ആർക്കും കൊടുക്കും, അല്ലെങ്കിൽ ഈ തിരക്കഥാകൃത്തിനെ നിരാശനാക്കി പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ണി കേട്ടു. അതാണ് കാര്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, BJP ആയിട്ട് വളരെ ബന്ധമുള്ള സംവിധായകർക്ക് പോലും ഉണ്ണീൻ്റെ അടുത്ത് കഥ പറയാൻ പറ്റുന്നില്ല. അത് കാരണം ഇവരൊക്കെ ആയിരിക്കും. ഉണ്ണി വിജയത്തിൻ്റെ തിളക്കത് ഉണ്ണി ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഉണ്ണിക്ക് വിജയമുണ്ട്, പൈസ വരുന്നുണ്ട്, പുതിയ BMW കാർ എടുത്തു എന്നൊക്കെ കേട്ടു. ഈ വേടനെ പൊക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടിക്കാര് എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദനോട് ഭയങ്കര അതൊരു ഉണ്ണി മുകുന്ദൻ നായരായതുകൊണ്ട്. മോഹൻലാലിനൊക്കെ ഒരു സഹിക്കുന്നതല്ലേ, ഇവർക്ക് നായരെ സഹിക്കുക. എനിക്കത് ഇവരെന്തിൻ്റെ കുഴപ്പമെന്ന് നായരെ സഹിക്കാൻ പറ്റില്ല. മോഹൻലാൽ നായർ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കും, സ്വരാജ് നായർ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കും. അത് തന്നെ കാര്യം. സായികുമാർ നായർ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കും. ഇനി ഈവനെ സപ്പോർട്ട് ചെയ്യും, അതുമില്ല. അങ്ങനെയാണ് മുകേഷ് സൂപ്പർ സ്റ്റാർ ആവേണ്ടിയിരുന്നില്ലേ. ഇതൊരു വല്ലാത്തൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിമിനെ വിമർശിച്ചാലും ക്രിസ്ത്യാനി വിമർശിച്ചാൽ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. ഇത് സത്യത്തിൽ ഇതൊന്നും തന്നെ വർഗീയത കൊണ്ടൊന്നല്ല, ഓരോ താല്പര്യത്തിൻ്റെ പുറത്ത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയാണ്. അപ്പം ഇഴവനെ മുസ്ലിമിനെ മാത്രമല്ല, നായരെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഓരഞ്ച് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈഴവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ദേവൻ, എത്ര സുന്ദരനായ നടനാണ് ദേവൻ. ഇവിടെ പലരെക്കാണ് നന്നായി ദേവൻ അഭിനയിക്കുകയും ചെയ്യും. ദേവൻ എവിടെ എത്തേണ്ടതായിരുന്നു? സായികുമാർ. അപ്പം അങ്ങനെയുള്ള ഓരോരുത്തരും അവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ കാർഡുകളെല്ലാം എടുത്ത് കളിക്കുന്നുണ്ട്. ഉണ്ണി മുകുന്ദനോട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതാണ്. ഉണ്ണി മുകുന്ദൻ അപ്പക്കാഷ്ട എന്നുള്ളൊരു പ്രശ്നം അത് പലരും തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദൻ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് BJPക്ക് അനുകൂലമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഭയങ്കര മോശമാണ് മോഡിക്കെതിരെ. എന്നാൽ അവിടെ ഒരുത്തർ ഡൽഹി പോയി മോഡിൻ്റെ കാല് പിടിക്കുകയും ചെയ്യും. അതുകാര്യം വേറെ. മോഡിനെ മാത്രമല്ല അമിത്ഷാൻ്റെ കാലിടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹിപ്പോക്രസിയാണ്. ഇത് കണ്ടിട്ട് ഈ സവർണ സമുദായത്തിനെയും മുസ്ലിം സമുദായത്തിനെയും ക്രിസ്ത്യൻ ഈഴവരുടെ ഇടയിലൊക്കെ ഉള്ള പാവങ്ങൾ എന്ത് ചെയ്യും? അവർ ഈ വലിയ സെക്കുലർ ആവാൻ വേണ്ടി അവർ ഇവരെ കൊടുക്കും, കോറസ് ആയിക്കോളും. വേടൻ ഒരു നല്ല, എനിക്ക് റാപ്പ് മ്യൂസിക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേടൻ്റെ പാട്ടുകളും ഇഷ്ടമല്ല. പക്ഷെ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. ഞാനതിനെ ബഹുമാനിക്കുന്നുണ്ട്. അല്ലാതെ വേടൻ
ഒരു താണജാതി ജനിച്ചതുകൊണ്ട് വേടനെ ഒറ്റപ്പെടുത്തുന്നതാണോ? ഈ താണജാതി ജനിച്ചുകൊണ്ട് മാത്രം വേടൻ അങ്ങനെ ഭയങ്കര സംഭവം കാണുകയും എനിക്കൊരു താല്പര്യമില്ല. അത് രണ്ടിനോട് എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി? വേടനെ തെറ്റിയതിൻ്റെ വേടനെ ശിക്ഷിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറത്ത് വേടനെ ആക്രമിക്കുന്നു അത് കാരണമില്ല. അതൊക്കെ ഓരോരുത്തർ ഒന്നുമല്ലാത്തവർ ഓരോരുത്തരുടെ ചാരി ആളാകാൻ നോക്കുന്നത്. ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്താ വലിയ സംഭവം ആളുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവനൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അപ്പം മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ സന്തോഷ് പണ്ഡിറ്റ് കുറ്റമായവർക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിക്കുന്നതിന് വെറുതെ സന്തോഷ് പണ്ഡിറ്റ് കുറ്റമാകുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് യോജിപ്പില്ല. കാരണം എല്ലാവരും മോഹൻലാൽ മമ്മൂട്ടി ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉണ്ണീൻ്റെ പ്രശ്നം പല കാരണങ്ങളുണ്ട്. ഉണ്ണീനെ മറ്റുള്ളവരെ ഇപ്പോൾ ദുൽഖറിനെ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ണീനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളുകൾ. മനസ്സിലായില്ല? അതുപോലെയാണ്. അല്ലാതെ ഉണ്ണീനെ മാത്രമല്ല അവരുപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ PA കളിച്ച്, അതായത് ബാദുഷ പ്രൊഡക്ഷൻ കണ്ടുള്ള ബാദുക്ക എന്ന് പറയുന്നത് കേട്ടു, മൂപ്പർക്ക് ഈ മാനേജർ താല്പര്യമില്ല. ഈ മാനേജർമാർ പലപ്പോഴും ബാദുക്ക വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല. ബാദുഷ എന്ന് വെച്ചാൽ ഈ FFKയിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഏറ്റവും പവർഫുൾ പ്രൊഡക്ഷൻ കൺട്രോളർ. ഒരേ സമയം 4-5 സിനിമ നമുക്ക് ഏതോ സിനിമയിൽ ചോദിക്കുന്നുണ്ട്. അതായത് മറ്റേ സിനിമ നീ ആരുടെ ബാദുഷയാണ് 4 സിനിമകൾ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ ആളാണ്. അങ്ങനെ വിളിച്ചാൽ പലപ്പോഴും കിട്ടില്ലാതെ കേട്ടത്. ഞാൻ മൂപ്പർ എന്നോട് പറഞ്ഞതല്ല, മൂപ്പർ ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ മാനേജർമാരോട് കളി കളിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ മോഹൻലാൽ മാനേജർ ഉണ്ടായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജോർജും ആൻ്റണിയും ഒക്കെ വന്നത്. ഇത് തുടങ്ങുമ്പോഴേ മാനേജർ വെച്ച് തുടങ്ങും. ഉണ്ണിയും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നു. ഇനി മെയിലെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഉണ്ണിയുടെ കൂടെ ഉത്തരവാദിത്തം. ഉണ്ണിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമുക്കത് പോയി. നമുക്ക് ഉണ്ണീനെ ഇഷ്ടമാണ്, പക്ഷെ ഉണ്ണിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമുക്കത് പറ്റില്ല. നമുക്കത് സമയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.